ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ഒരു ചെറിയ ചാനലാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ സുന്ദര ചെടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. എന്നിട്ട് ഇന്നൊരു 4 മണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം അത് ഇച്ചിരി പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ, ഒരു 5-6 മണിക്കൂറെങ്കിലും അത് ഒന്ന് കുതിർത്ത് കിട്ടണമല്ലോ. എന്നിട്ട് വേണ്ട നമുക്ക് പൊടിക്കാനായിട്ട്. അപ്പോൾ വട്ടയപ്പത്തിന് ഇതാ എന്നിട്ട് രാവിലെ എണീറ്റിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കോട്ടൻ്റെ ഷീറ്റിൽ നമ്മളിത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കോട്ടൻ്റെ ഷീറ്റിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെള്ളം വാർന്ന് കിട്ടും. നമ്മൾ ഓട്ടപാത്രത്തിലാണെങ്കിൽ അടിയിൽ പോയി ആ വെള്ളത്തിൻ്റെ ഈർപ്പം അങ്ങനെ കെട്ടി നിൽക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ചെയ്യുക, കോട്ടൻ്റെ തുണിയിലാണ് അരി ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി വെക്കാറുള്ളൂ കേട്ടോ. അതിന് ശേഷം നല്ലതുപോലെ അത് വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പുട്ടിൻ്റെ പാകത്തിന് മിക്സിൻ്റെ ജാറിനകത്തിട്ടിട്ട് പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മൾക്ക് ഇത്തിരി തരി വേണമല്ലോ വട്ടയപ്പത്തിന്. അപ്പോൾ നമ്മളിതാ പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ 2 സ്പൂണ് പൊടി എടുത്തിട്ട് നമ്മൾ പാവ് കാച്ചു കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ പാവ് കാച്ചാണെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പാവ് കാച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ആദ്യം തൊട്ട് ഇവിടെ അമ്മച്ചി പറഞ്ഞ് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ്. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുണ്ടാവും എന്ന് പറയാം അമ്മച്ചി. അപ്പോൾ പാവ് കാച്ചിട്ട് ഇങ്ങനെ പാവ് കാച്ചി കഴിഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വട്ടയപ്പത്തിന് സ്മൂത്തായിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് ഞാനിതാ പാവ് കാച്ചാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ പാവായി കഴിഞ്ഞ ശേഷം നമ്മളത് തണുക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സിക്കകത്ത് ഇതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കട്ട പിടിച്ചതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പം നല്ല തണുത്തിട്ട് അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാം, അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് മാവ് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടിൻ്റെ ഒരു പാകത്തിനാട്ടോ നമ്മൾ ഈ പൊടി വറുത്തെടുക്കുന്നത് വട്ടയപ്പത്തിനുള്ള. അപ്പോൾ ഇതാ പുട്ടിൻ്റെ പാകത്തിന് നമ്മളിതാ പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയാൽ മതി. അത്രയ്ക്ക് വറുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ എന്താ നമ്മളിതാ ഇത് വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയും 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പകുതി മുറിയും ഒരു തേങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു 6 ഏലക്കായും ഇച്ചിരി ചെറിയ ജീരകവും കൂടെ നല്ലതുപോലെ മിക്സിക്കകത്തിട്ടിട്ട് നമ്മൾ പാവ് കാച്ചി വെച്ചതും ഇച്ചിരി തേങ്ങാ വെള്ളവും പഞ്ചസാരയും ശകല ഉപ്പും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. നല്ല അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം കേട്ടോ. അപ്പോൾ മിക്സിക്ക് ജാറിനകത്തിട്ട് ഒന്ന് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. അതിന് ശേഷം വെല്ലം, ഞാൻ അധികം വെല്ലം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്രാവശ്യം നമുക്കൊന്ന് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പരുവത്തിലാണ് നമ്മൾ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അരച്ച അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ പൊങ്ങാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ ഞാൻ അരച്ച് വെച്ച് എന്നിട്ട് ഒരു 3:30 ആയപ്പോഴാണ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഇതുപോലെ നല്ല പൊങ്ങി മേലെ ഇങ്ങനെ ഇതായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ പിന്നെ എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഇത് തന്നെയാണ് നമ്മളെ ഈ പലഹാരം. എന്നിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് ഉള്ളതുപോലെ തന്നെ കാഷ്നട്ടോ മുന്തിരിയോ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാം. എന്നിട്ട് ചെറുതുപോലെ നമ്മൾ കേക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരം, 4 മണി പലഹാരം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.